സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ആഭ്യന്തര വിപണിയിലെ ഡിമാൻഡ് കൊണ്ട് മാത്രമല്ല ഈ കുതിപ്പ്. ഗവൺമെൻറ്റുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന പേപ്പർ കറൻസികളേക്കാൾ യഥാർത്ഥ മൂല്യമുള്ള ആസ്തി സ്വർണ്ണമാണെന്ന തിരിച്ചറിവും സ്വർണം വാങ്ങിക്കൂട്ടാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. റിയൽ എസ്റ്റേറ്റും മറ്റ് മേഖലകളും അനിശ്ചിതാവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ പെട്ടെന്ന് പണമാക്കാൻ കഴിയുന്ന ഒരു അസറ്റ് സ്വർണ്ണമാണ് എന്നതും ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. ദീർഘനാളായി പരിഹരിക്കപ്പെടാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം, ചൈന തായ്വാൻ പ്രതിസന്ധി, ഇസ്രയേൽ ഹമാസ് സംഘർഷാവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥയും ആശങ്കകളും മൂലം ഓരോ രാജ്യവും സുരക്ഷിതവും റിസ്ക് കുറവുള്ളതുമായ ആസ്തിയായി സ്വർണം വാങ്ങി ശേഖരിക്കാൻ താല്പര്യം കാണിക്കുന്നതും വിലവർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. സ്വർണത്തിൽ നിക്ഷേപിച്ച് ലാഭമുണ്ടാക്കാമെന്ന ജനങ്ങളുടെ ചിന്താഗതിയും ഇതിനൊരു കാരണമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ സാമ്പത്തിക നയങ്ങളും വിദേശ വ്യാപാരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന താരിഫുകളും സ്വർണ്ണവില കുതിക്കാൻ മറ്റൊരു കാരണമാണ്. അനുദിനം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഡോളറും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും മുമ്പ് ഡോളറുകൾ വാങ്ങിക്കൂട്ടിയിരുന്ന വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ ഡോളറിലെ അനിശ്ചിതാവസ്ഥയും വിലയിടിവും കാരണം സ്വർണം വാങ്ങി ശേഖരിക്കാൻ അമിത താല്പര്യം കാണിക്കുന്നതും സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഡോളറിൽ കുറഞ്ഞ പലിശ നിരക്കാണുള്ളത്. അതുകൊണ്ട് ആഗോളതലത്തിൽ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ തങ്ങളുടെ സ്വർണത്തിന് നല്ലൊരു നിക്ഷേപം സൂക്ഷിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലാണ്. എന്നാൽ ട്രംപിൻ്റെ നയങ്ങൾ ഒട്ടുമിക്ക രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്താൻ തുടങ്ങിയിരിക്കുന്നതിനാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് സ്വർണം പിൻവലിച്ച് സ്വന്തം രാജ്യങ്ങളിൽ കൂടുതൽ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള പ്രവണതയും വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിൽ സ്വർണത്തിൻ്റെ അന്താരാഷ്ട്ര സപ്ലൈ കുറഞ്ഞതും വർദ്ധിച്ച തോതിൽ സ്വർണം വില കൂടാൻ ഇടയാക്കി. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.